സിനിമാ ലോകത്തെ മിന്നും താരമായിരുന്നു ബാല. ഇന്നിപ്പോൾ സിനിമകളൊന്നുമില്ലെങ്കിലും ബാല സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ബാലയും മുൻ ഭാര്യ എലിസബത്ത് ഉദയനും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എലിസബത്ത് പല പ്രസ്താവനകളും ബാലയെപ്പറ്റി പറയുന്നുണ്ട്. അയാളുടെ മുൻ ഭാര്യ വിവാഹിതയായ രാത്രി അയാൾ ഉറങ്ങിയില്ല, എന്നെയും ഉറക്കിയില്ല, നടന്നത് തുറന്നു പറഞ്ഞ് എലിസബത്ത്. ബാലയ്ക്കെതിരെ സംസാരിച്ചു തുടങ്ങിയതോടെ തനിക്ക് ഭീഷണികൾ വരാൻ തുടങ്ങിയെന്ന് മുൻ ഭാര്യ ഡോക്ടർ എലിസബത്ത് ഉദയൻ. കമന്റുകളുടെ പാറ്റേണുകളിൽ നിന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ടെന്നും മുൻപ് പലരെയും അയാൾ ഭീഷണിപ്പെടുത്തിയത് ഇതേ രീതിയിൽ തന്നെയാണെന്നും എലിസബത്ത് വെളിപ്പെടുത്തി. ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് പ്രതികരണം. എലിസബത്തിന്റെ വാക്കുകളിലേക്ക്. ഭീഷണി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഈ കമന്റുകൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. പുള്ളി ഒരു 10 കോടിയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്താൽ മാപ്പും കൊണ്ട് ചാനലുകൾ കയറിയിറങ്ങേണ്ടി വരും. ഓരോരുത്തർ ഇളക്കി വിടുമ്പോൾ ഇങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ നിൽക്കരുത് എന്നാണ് കമന്റിൽ പറയുന്നത്. 10 കോടി എനിക്ക് കൊടുക്കാനില്ല. അങ്ങനെ മാനനഷ്ട കേസ് വന്നാൽ ജയിലിൽ പോയി കിടക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല, നാണക്കേടുമില്ല. കാരണം അതിലും നന്നായി നാണം കെടുകയും പീഡിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സാധാരണ ഭീഷണി കമന്റുകൾ വരുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഇത്തവണ കസ്തൂരിയെ വെച്ചാണ് എനിക്കെതിരെ അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയത്. ഈ പാറ്റേണൊക്കെ ഞാൻ കണ്ടതാണ്. പലർക്കെതിരെയും മുൻപ് ഇത് പ്രയോഗിച്ചിട്ടുണ്ട്. ആളുടെ എക്സ് വിവാഹം കഴിച്ചപ്പോൾ അന്ന് രാത്രി മൊത്തം ഉറങ്ങിയില്ല, എന്നെയും ഉറക്കിയില്ല. അവസാനം അതിനെക്കുറിച്ച് ചെയ്ത വീഡിയോയിലും എന്നെ പിടിച്ചിരുത്തി. ഇരുന്നില്ലെങ്കിൽ എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടേനെ. ആദ്യ ഭാര്യ ചതിച്ചിട്ടും കൂടെ നിൽക്കാത്തവളെ വേണ്ട, എനിക്ക് മറ്റു 100 പെണ്ണുങ്ങളുണ്ടെന്ന് പറഞ്ഞേനെ. ആളുമായി ഞാനാണ് ഇഷ്ടത്തിലായത്. വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു. അവർ ഈ ബന്ധത്തിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചു. അവരുടെ പ്രായത്തിനേക്കാൾ വലിയ ക്ഷീണം നേരിട്ടു. കുറെ ഞാൻ സഹിച്ചു, മിണ്ടാതിരുന്നു. എന്തെങ്കിലും കാണിച്ചു പൊയ്ക്കോട്ടെ വിചാരിച്ചു. എന്നാൽ എനിക്കെതിരെ തുടർന്നും ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ചിലർക്കൊക്കെ മനസ്സിലാകും. കരൾ കൊടുക്കാൻ ഇത്രയും പണം കൊടുത്ത് ഒരാളെ കൊണ്ടുവരേണ്ട കാര്യം എന്തായിരുന്നുവെന്ന് എനിക്കറിയില്ല. കരൾ കൊടുക്കാൻ പലരും തയ്യാറായിരുന്നു, ഞാനും തയ്യാറായിരുന്നു. അതിൻ്റെ തെളിവുണ്ട്. എന്നാൽ എൻ്റെ കരൾ മാച്ചായിരുന്നോ എന്ന് പരിശോധിച്ചില്ല. പ്രേമിക്കുന്ന സമയത്ത് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചിരുന്നു. എന്നെ പ്രേമിക്കുന്ന സമയത്ത് ആ വീട്ടിലൊരു പെണ്ണുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞത് വേലക്കാരിയായിരുന്നുവെന്നാണ്. ആ കുട്ടിയോടും ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചിരുന്നു. അവർ സെയിം ഗ്രൂപ്പാണെന്നാണ് പറഞ്ഞത്. ട്രാൻസ്പ്ലാന്റ് സമയത്ത് ഇവർ വന്ന് കരഞ്ഞിട്ട് പറഞ്ഞിരുന്നു, ചേട്ടൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയാണ്, അല്ലാതെ എൻ്റെ രക്തഗ്രൂപ്പ് എ പോസിറ്റീവ് അല്ല, ഒ പോസിറ്റീവ് ആണെന്ന്. അവരുടെ പേര് വെളിപ്പെടുത്താൻ ഇപ്പോൾ ഞാൻ തയ്യാറല്ല എന്നും എലിസബത്ത് പറയുന്നു. കരൾ ശസ്ത്രക്രിയ കഴിഞ്ഞ് 3 ആഴ്ച കഴിയും മുൻപ് തന്നെ വൈനൊക്കെ അയാൾ വീണ്ടും കഴിച്ചു തുടങ്ങി. അയാളുടെ വീട്ടുകാരോട് ഞാൻ ഇതൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഞാൻ മരുന്ന് മാറ്റി കൊടുത്ത് കൊല്ലാൻ നോക്കിയെന്നൊക്കെയാണ് പറഞ്ഞത്. ഡോണറിനെയും ഇയാളെയും ഒക്കെ പരിചരിക്കാനുള്ള പണിക്കാരി മാത്രമായിട്ടാണ് ഇയാളുടെ വീട്ടുകാർ എന്നെ കണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ വീട്ടുകാർ പറഞ്ഞു, ഞാൻ പറഞ്ഞത് അവൻ കേൾക്കുന്നില്ല മോളെ, നീ പോയിക്കോ എന്നാണ്. അത് കഴിഞ്ഞ് അവർ എന്നെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു എന്നാണ് എലിസബത്ത് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഞെട്ടിക്കുന്ന പല സത്യങ്ങളുമാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.